ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ജോ കാർണഹാൻ ഡയറക്ട് ചെയ്ത് നെറ്റ്ഫ്ലിക്സിൽ പുതിയതായി റിലീസായിരിക്കുന്ന ഒരു ക്രൈം ത്രില്ലർ ചിത്രമാണ് ദ റിപ്പ്. മാറ്റ് ഡേമൻ, ബെൻ അഫ്ലെക്, ടിയാന ടൈലർ, സ്റ്റീവൻ യൂൻ എന്നിവരൊക്കെയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ലേഡി പോലീസ് ഓഫീസർ മരണപ്പെടുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. തുടർന്ന് മിയാമിയിലെ ഒരു പോലീസ് ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിലാണ് മാറ്റ് ഡേമൻ ഇവരുടെ എല്ലാം ക്യാരക്ടേഴ്സിനെയൊക്കെ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവരൊരു വീട് സെർച്ച് ചെയ്യുകയും തുടർന്ന് അവിടുന്ന് ഒരു വലിയ എമൗണ്ട് കിട്ടുന്നു. ശേഷം ഈ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അവരെങ്ങനെ ആ എമൗണ്ട് അവിടുന്ന് വെളിയിലേക്ക് കൊണ്ടുവരുന്നു എന്നൊക്കെയാണ് സിനിമ പ്രധാനമായിട്ടും കാണിക്കുന്നത്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഡീസൻറ്റ് വാച്ചായിരുന്നു സിനിമ. അങ്ങനെ പ്രത്യേകിച്ച് ഓർത്തിരിക്കാനുള്ള കാര്യങ്ങളോ അങ്ങനെ അല്ലാതെ ഒരു എക്സ്ട്രാ ഓർഡിനറി എന്നൊന്നും പറയാനുള്ള സംഭവങ്ങളൊന്നും സിനിമയിലില്ല. ഡയറക്ടറിൻ്റെ ഒരു പഴയ വർക്കായ നാർക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ സ്റ്റോറി ലൈനായിട്ട് സിമിലർ ആയിട്ട് ഈ സിനിമയുടെ ഒരു സ്റ്റോറി ലൈൻ തോന്നി. പിന്നെ ഈ സിനിമയുടെ ഒരു പ്രധാന പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റ് ഡേമനും ബെൻ അഫ്ലെക്കും ഈ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവർ നല്ല കിടിലനായിട്ട് തന്നെ എനർജറ്റിക് ആയിട്ട് തന്നെ അവരുടെ റോൾ ചെയ്തിട്ടുണ്ട്. അതേസമയം സിനിമയിൽ ബാക്കി വരുന്ന സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളും അവരുടെ ക്യാരക്ടേഴ്സിനൊന്നും യാതൊരു വിധ ഒരു ഇമോഷണൽ കണക്റ്റോ ഒന്നും ഉണ്ടാക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ സിനിമയുടെ വേറൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ മേക്കിംഗ് ആണ്. സിനിമയുടെ കഥ പ്രധാനമായും നടക്കുന്നത് രാത്രിയാണ്. അപ്പോൾ അതിൻ്റെ സിനിമാറ്റോഗ്രഫി, ലൈറ്റിങ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതെല്ലാം നല്ല രീതിയിൽ തന്നെ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയ്ക്ക് ഇതിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റാർട്ട് നല്ലൊരു കിടിലൻ എൻഗേജിങ് ആയിട്ടുള്ള സ്റ്റാർട്ടാണ് സിനിമയ്ക്ക് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ശേഷം ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴത്തേക്കും കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം ഒരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഉള്ളത്. നമ്മൾ യൂഷ്വലി കാണുന്ന രീതിയിൽ തന്നെ ഒരു സ്റ്റോറിയും പരിപാടിയൊക്കെയാണ് ഇവർക്കുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത് OTTക്ക് വേണ്ടി തന്നെ ഒരു ടെയർ മെയ്ഡ് ആയിട്ട് എടുത്തൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പല കാര്യങ്ങളും സ്പൂൺ ഫീഡ് ചെയ്യുന്ന പോലെ പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. സോ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ സിനിമ ഒരു ആവറേജ് വാച്ചായിരുന്നു എനിക്ക് ലഭിച്ചത്. സോ സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. സിനിമ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.